നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡറായ സെർജിയോ ഗോർ കാശ്മീർ സന്ദർശിച്ചിരുന്നു. കാശ്മീരിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാശ്മീരിലെ വിവിധ മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചു. അവിടുത്തെ പ്രസിദ്ധമായ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ശരിക്കും പാകിസ്ഥാനെ വെട്ടിലാക്കിയിരിക്കുന്നത്. സെർജി ഗോർ പറഞ്ഞത് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് എന്നായിരുന്നു. ഇത് പാകിസ്ഥാനിലെ ഭരണാധികാരികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്ക കാലാകാലങ്ങളിൽ കാശ്മീരുമായി ബന്ധപ്പെട്ട് പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ തന്നെ അമേരിക്ക പല ഘട്ടങ്ങളിലും പല നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ആദ്യ ഏറ്റുമുട്ടലിൽ അന്ന് അമേരിക്ക ആരുടെയും പക്ഷം പിടിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് വർഷങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഈ നിലപാടിൽ പലതവണ മാറ്റം മറിച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പല പ്രസിഡന്റുമാർ, അത് നിക്സണൊക്കെ പോലുള്ള പ്രസിഡന്റുമാർ പലരും ഏതാണ്ട് പാകിസ്ഥാൻ്റെ വശം ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. മാത്രമല്ല 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഒരു പരിധിവരെ പാകിസ്ഥാനെ അമേരിക്ക പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ നാവികപ്പടയുടെ കപ്പലുകൾ ഇന്ത്യയിലേക്ക് അയക്കുമെന്നൊക്കെയുള്ള ഭീഷണി അന്ന് നിക്സൺ ഉയർത്തിയിരുന്നു. എങ്കിലും അതൊക്കെ വളരെ കൃത്യമായി പരിഹരിക്കാൻ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാന് എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്രയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്ന ചോദ്യത്തിന് വളരെ വൈകിയാണ് ഇതിന് മറുപടി കിട്ടിയത്. പാകിസ്ഥാനിൽ അമേരിക്കയ്ക്ക് ചാരപ്രവർത്തനം നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും കാലാകാലങ്ങളിലെ ഭരണാധികാരികൾ ഒരുക്കി കൊടുത്തിരുന്നു. അത് പാകിസ്ഥാനിലെ കാര്യങ്ങളല്ല, പാകിസ്ഥാൻ്റെ അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന, അതായത് ചൈനയിലാണെങ്കിലും അത് നേപ്പാളിലും ഇന്ത്യയിലും ഇറാനിലും എല്ലാം നടക്കുന്ന, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അവ തങ്ങളുടെ സിഐഎ ചാരന്മാർക്ക് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സ്ഥലം പാകിസ്ഥാനാണെന്ന് കണ്ടെത്തിയ സിഐഎ തന്നെയാണ് പാകിസ്ഥാനുമായി നല്ലൊരു ബന്ധം വേണമെന്ന് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റുമാർ ഉപദേശിച്ചിരുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഡിക്സനെയൊക്കെ പോലുള്ള ആളുകൾ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചത്. എന്നാൽ ഇതിനെല്ലാം ഒരു വിരാമമായത് 2000 അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിൻ്റൺ ഇന്ത്യ സന്ദർശിച്ചതോടുകൂടിയാണ്. ബിൽ ക്ലിൻ്റൺ അന്ന് ഇന്ത്യയിൽ 5 ദിവസ സന്ദർശനമാണ് നടത്തിയത്. അതേസമയം ഇതിനൊപ്പം തന്നെ അദ്ദേഹം പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിരുന്നുവെങ്കിലും ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അദ്ദേഹം അന്ന് പാകിസ്ഥാനിൽ ചെലവഴിച്ചത്. പക്ഷേ ഈ 5 ദിവസത്തിനിടയിൽ അദ്ദേഹം ഒരു ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നടത്തിയ പ്രസംഗത്തിൽ ബിൽ ക്ലിൻ്റൺ ഒരു കാര്യം തറപ്പിച്ച് തന്നെ പറഞ്ഞു: ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പരിഹരിച്ചു കൊള്ളുക, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ മധ്യസ്ഥനാകാനൊന്നും യാതൊരു താല്പര്യമില്ല, അത് നിങ്ങളുടെ കാര്യമാണ്, ഞാൻ ഇത് തന്നെ പാകിസ്ഥാനിലെ ഭരണാധികാരികളോടും ഇവിടുന്ന് പോകുമ്പോൾ പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപടി അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലും അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ വലിയ വിള്ളലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 2019 ഡൊണാൾഡ് ട്രംപ് ആദ്യവട്ടം പ്രസിഡൻ്റായി വന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ മുൻകൈ എടുക്കാം എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും ഇന്ത്യ അക്കാര്യം സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം 2ാം തവണ പ്രസിഡൻ്റായി തിരിച്ചു വന്നപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ താനാണ് ആ യുദ്ധം പരിഹരിച്ചത് എന്ന അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയെങ്കിലും അതിനെയെല്ലാം തന്നെ ഇന്ത്യ തള്ളിക്കളയുകയായിരുന്നു. ഇതിലൊരു മൂന്നാമതൊരു ശക്തിയുടെ ഇടപെടലില്ലാതെ തന്നെയാണ് താങ്കൾ ഈ പ്രശ്നം പരിഹരിച്ചത് എന്ന് ഇന്ത്യ അഭിമാനത്തോടെ തന്നെ പറഞ്ഞിരുന്നു. പാകിസ്ഥാനാകട്ടെ ഈ സമയത്തും പരമാവധി ഡൊണാൾഡ് ട്രംപിനെ പുകഴ്ത്താനുള്ള അവസരമായി ഇത് കണ്ടെത്തുകയും ട്രംപിനെ നോബൽ സമ്മാനം ലഭിക്കുന്നതിന്, അതായത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നതിനായി അവർ ശുപാർശ ചെയ്യുക പോലും ചെയ്തിരുന്നു. ഇന്ത്യ ആകട്ടെ ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതിനെ ഒരു പഴുതായി എടുത്തുകൊണ്ട് പരമാവധി അമേരിക്ക കൂടെ നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചു. മാത്രമല്ല ഇറാൻ അമേരിക്ക യുദ്ധത്തിനിടയിൽ മധ്യസ്ഥന്മാരായി പോകാൻ പോലും പാകിസ്ഥാൻ തയ്യാറായി. പക്ഷേ പാകിസ്ഥാൻ എല്ലാ കാലത്തും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജ്യമാണ് എന്ന് പറഞ്ഞ് ട്രംപിൻ്റെ പാർട്ടിക്കാർ പോലും രംഗത്തെത്തിയിരുന്നു. അവർ ചൂണ്ടിക്കാട്ടിയത് ബിൻ ലാദന് വർഷങ്ങളോളം പാകിസ്ഥാൻ അഭയം നൽകിയ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഏതായാലും അമേരിക്കൻ അംബാസഡറുടെ ഈ ഒരു പ്രസ്താവന പാകിസ്ഥാൻ ഞെട്ടലോട് തന്നെയാണ് കാണുന്നത്. കാരണം അദ്ദേഹം സെർജി ഗോർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അത് ഇന്ത്യയിലെ അംബാസഡർ മാത്രമല്ല, ഇന്ത്യക്ക് ചുറ്റുമുള്ള നിരവധി രാജ്യങ്ങളിൽ പല കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും സുപ്രധാന ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ അത് ഡൊണാൾഡ് ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കൻ സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ് എന്ന് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർ ഇസ്ലാമാബാദിലുള്ള അമേരിക്കൻ എംബസിയിലെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി തങ്ങളുടെ പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിച്ചത്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, കഴിഞ്ഞ വർഷം ജനുവരി മുതൽ തന്നെ പാകിസ്ഥാനിൽ അമേരിക്കയ്ക്ക് അംബാസഡർ ഇല്ല. താൽക്കാലികമായി, അതായത് ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് അവിടെ അംബാസഡറുടെ ജോലി നിർവഹിക്കുന്നത്. സ്ഥിരമായ ഒരു അംബാസഡർ പോലും ഇല്ലാത്ത രാജ്യമാണ് അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ
പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ അവർക്ക് അമേരിക്കയ്ക്കെതിരെ അങ്ങനെ പ്രതിഷേധം പ്രകടിപ്പിക്കാനൊന്നുള്ള സ്ഥിതിയില്ല. അമേരിക്കയെ ആശ്രയിച്ച് അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വാങ്ങി ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്ന പാകിസ്ഥാന് കരയാൻ മാത്രമായിരിക്കും യോഗമുള്ളത്. ഏതായാലും ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ തങ്ങൾക്കൊപ്പം നിർത്തണം എന്നുള്ളത് ഒരുപക്ഷെ അത് ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടി ആഗ്രഹമായിരിക്കാം. കാരണം ഇന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ്. അതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് നല്ല വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത് ഇന്ത്യയാണ്. അതല്ലാതെ അങ്ങേയറ്റം നശിച്ചുകൊണ്ടിരിക്കുന്ന, ദിനം പ്രതി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, അവിടുത്തെ സ്വന്തം ജനങ്ങൾ വെടിവെച്ച് കൊല്ലുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തൻ്റെ കൂടെ നിർത്തിയതുകൊണ്ട് അമേരിക്കയിലെ ജനങ്ങൾ ഒരിക്കലും തൻ്റെ കൂടെ നിൽക്കില്ലെന്ന് മാത്രമല്ല ഇതിനെതിരാകും എന്നുള്ള തിരിച്ചറിവ് തന്നെ ആയിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ അംബാസഡറിനോട് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ ആവശ്യപ്പെട്ടത് എന്ന് തന്നെ വേണം കരുതാൻ. അമേരിക്കയുടെ ഇന്ത്യയിലെ അംബാസഡർ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഒരു വിഷയത്തിൽ ആധികാരികമായ അഭിപ്രായം പറയുമ്പോൾ അത് അമേരിക്കയുടെ അഭിപ്രായമായി തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏതായാലും പാകിസ്ഥാൻ്റെ കഷ്ടകാലം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയെ കൊണ്ടാണ് നേട്ടം എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും ഈ ഒരു നിലപാട് തന്നെ തുടരാനായിരിക്കും അവർക്ക് താല്പര്യം. കാശ്മീരിൽ വന്ന വലിയ മാറ്റങ്ങളൊക്കെ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അമേരിക്കൻ അംബാസഡർ കൃത്യമായ തൻ്റെ ഈ നിലപാടും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.